ചുരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല അല്പസമയത്തിനകം ആരംഭിക്കും. മോദി ഞങ്ങളും മനുഷ്യരാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേന്ദ്ര സർക്കാർ വഞ്ചനയ്ക്കെതിരെ മേപ്പാടിയിൽ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ദേശീയ ദുരന്തമായി പോലും പ്രഖ്യാപിക്കാത്ത അനീതിക്കെതിരെ ദുരന്തബാധിത കുടുംബങ്ങളും ചങ്ങലയിൽ കണ്ണികളാകും. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, പ്രസിഡന്റ് വി വസീഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, ഒരു വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച ജനതയാണ്. അവർക്ക് ലഭിക്കാത്ത കേന്ദ്ര സഹായം അത് നേടിയെടുക്കണം. അതിന് മോദി ഞങ്ങളും മനുഷ്യരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഒരു മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ, മറ്റു വിവരങ്ങൾ? അല്പസമയത്തിനകം മനുഷ്യച്ചങ്ങല ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടി ഇവിടെ ആരംഭിക്കും. ശക്തമായ ഒരു മഴയുടെ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു പ്രതിഷേധ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയം വൈകാനാണ് സാധ്യത. 5 മണിക്കായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ ഇന്ന് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. മോദി ഞങ്ങളും മനുഷ്യരാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേന്ദ്ര സർക്കാർ വഞ്ചനയ്ക്കെതിരെ ഇന്ന് മേപ്പാടി നഗരത്തിൽ ഈ ജില്ലാ കമ്മിറ്റി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഈ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ഇപ്പോൾ 150 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ വിധത്തിൽ കേന്ദ്ര അവഗണന തുടരുന്നു. അതിനെതിരെ വിവിധ തലങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഡിവൈഎഫ്ഐ തന്നെ മുൻപ് നിരവധി ഘട്ടങ്ങളിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് സമര പരിപാടികൾ നടത്തി, ഹർത്താൽ നടത്തി LDF നേതൃത്വത്തിൽ. ഇനി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് LDF നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ LDF ആരോപിക്കുന്നുണ്ട്. ആ വിധത്തിൽ ഇടത് സംഘടനകൾ ശക്തമായ പ്രക്ഷോഭമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അതിനാൽ തന്നെ അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ മനുഷ്യച്ചങ്ങല എന്ന സമര രൂപത്തോടും ഈ വിധത്തിൽ ഒരു പ്രതിഷേധം തീരുമാനിച്ചിരിക്കുന്നത്. ആ വിധത്തിൽ ദുരന്ത ബാധിത മേഖലയിലെ ആളുകൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് ഈ സമരം അല്പസമയത്തിനകം ഇവിടെ നടത്തുക. അതോടൊപ്പം പ്രധാനമന്ത്രി നേരിട്ടെത്തി സഹായ വാഗ്ദാനങ്ങൾ നൽകിയവരുൾപ്പെടെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫ്, സെക്രട്ടറി വി കെ സനോജ് തുടങ്ങിയവരും ഈ സമരത്തിൽ അല്പസമയത്തിനകം പങ്കാളികളാണ്. അനൂപ്, ഈ ഇടത് സംഘടനകളെല്ലാം ആ നിരാലംബരായ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഒരു യുവതയുടെ അതിജീവന ചങ്ങലയാണിതല്ലേ? നേരത്തെ തന്നെ വിവിധ പ്രക്ഷോഭ പരിപാടികൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വയനാട്ടിൽ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു വയനാട് ജില്ലയിൽ നടന്ന ഹർത്താൽ. LDF നേതൃത്വത്തിലായിരുന്നു. ആ വിധത്തിൽ ഇടത് സംഘടനകൾ ഈ വിധത്തിലുള്ള സമര പരിപാടികളും പാർലമെന്റിനകത്തും ഈ വിഷയം ഉയർത്തി വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരം സമര പരിപാടികളുടെ എല്ലാം തുടർച്ചയായാണ് ഇന്ന് ഈ മനുഷ്യച്ചങ്ങലയും നടത്തുന്നത്. ഡിവൈഎഫ്ഐ നമുക്കറിയാം നേരത്തെ തന്നെ ഈ വിഷയം ഉന്നയിച്ച് വിവിധ പരിപാടികൾ, കേന്ദ്ര ഓഫീസ് ഉപരോധം, അതുപോലെ തന്നെ കേന്ദ്ര ഓഫീസുകളിലേക്കുള്ള മാർച്ച് തുടങ്ങിയ ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. ഇനി വരുന്ന 5-ാം തീയതി സംസ്ഥാനതല സമരം CPM നേതൃത്വത്തിൽ LDF നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച്, പ്രത്യേകിച്ച് വയനാടിന്റെ ഈ വിധത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ തുടർച്ചയായാണ് ഇന്നും സമരം നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ മേഖലയിൽ നിന്നുള്ള നിരവധികൾ പങ്കെടുക്കുന്ന മനുഷ്യച്ചങ്ങല മേപ്പാടി ടൗണിൽ നടക്കുകയാണ്. അനൂപ, ഈ 150 ദിനങ്ങൾ പിന്നിട്ടിട്ടും കണ്ണു തുറക്കാത്ത കേന്ദ്രം, മാത്രമല്ല ഈ ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ച ചില BJP നേതാക്കൾ, ഇപ്പോൾ അവർക്കെതിരെയാണ് പ്രതിഷേധം. മാത്രമല്ല, അനൂപ് പറഞ്ഞതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥയാണ്, മഴ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കും എന്നുറപ്പാണല്ലേ? ഒരു മഴയുടെ സാഹചര്യമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മേപ്പാടിയിൽ ശക്തമായ മഴ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചിത പ്രകാരം ഈ സമയപരിധിക്ക് അകത്തുനിന്നുകൊണ്ട് മനുഷ്യച്ചങ്ങല നടത്താനുള്ള ഒരു സാധ്യത ഇല്ല. 5 മണിക്ക് തന്നെ നടക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും മഴയുടെ സാഹചര്യത്തിൽ അല്പസമയം അത് വൈകും. ഏതായാലും ശക്തമായ പ്രതിഷേധം മനുഷ്യച്ചങ്ങലയിൽ പ്രതിഫലിക്കുമെന്നത് തീർച്ചയാണ്. ആ മേഖലയിലെ വിവിധ ആളുകൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് ഈ സമരം എന്നതും അതിന്റെ പ്രത്യേകതയാണ്. നരേന്ദ്രമോദി നേരിട്ടെത്തി സഹായം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുകയും ഈ ദുരന്തത്തിൽ അർഹമായ ഇതെന്തും സർക്കാരിന് സാധിക്കുന്നതെന്തും കേന്ദ്ര സർക്കാർ നടത്തും എന്ന വാഗ്ദാനമെല്ലാം നേരിട്ടെത്തി നൽകിയവർ കൂടി ഇതിൽ പങ്കെടുക്കുമെന്നാണ് ഡിവൈഎഫ്ഐ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തി ഈ ശക്തമായ പ്രതിഷേധത്തിൽ പങ്കുചേരും
എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ വിധത്തിലുള്ള ഒരു പ്രതിഷേധമാണ് അല്പസമയത്തിനകം മേപ്പാടിയിൽ നടത്തുന്നത്. ശരി അനൂപ്. ചുരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല അല്പസമയത്തിനകം ആരംഭിക്കും. മോദി ഞങ്ങളും മനുഷ്യരാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച ജനതയെ കണ്ണു തുറക്കാത്ത കേന്ദ്രത്തിനെതിരെയാണ് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. വിവരങ്ങളാണ് അനൂപ് നൽകിയത്.